ജലവിഭവ വകുപ്പിന്റെ കടുത്ത അനാസ്ഥയിൽ ദുരിതമനുഭവിക്കുന്നത് ഇടുക്കി മുട്ടത്തെ കുറച്ചധികം ജനങ്ങളും യാത്രക്കാരുമാണ്. മീനച്ചിൽ ശുദ്ധജല വിതരണ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച തൊടുപുഴ ഈരാറ്റുപേട്ട റോഡ് 2 വർഷം കഴിഞ്ഞിട്ടും നന്നാക്കാൻ നടപടിയില്ല. കുണ്ടും കുഴിയും താണ്ടി പൊടിയും ശ്വസിച്ചുള്ള ദുരിതയാത്രയ്ക്ക് അറുതി തേടി ഇനി ആരെ സമീപിക്കണമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കാണാം ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ദുരിതമായി മുട്ടാപ്പോക്ക്. എല്ലാം ഉടൻ ശരിയാക്കി തരാമെന്നായിരുന്നു വാഗ്ദാനം. പതുപോലെ അത് വാഗ്ദാനം തന്നെയായി അങ്ങനെ നീണ്ടുപോവുകയാണ്. മഴ പെയ്താൽ ചെളിക്കുളം, വെയിലായാൽ പൊടിമയം. തൊടുപുഴ ഈരാറ്റുപേട്ട റോഡിലെ ദുരിതയാത്ര എന്ന് അവസാനിക്കുന്നു? മുട്ടം ഈരാറ്റുപേട്ട റോഡിലെ ദുരിതയാത്ര തുടങ്ങിയിട്ട് 2 വർഷമായി. ശുദ്ധജല പൈപ്പിടാനായി വെട്ടിപ്പൊളിച്ചതാണ് റോഡ്. കുഴിയെടുത്ത് പൈപ്പിടുന്നതിനൊപ്പം പൊളിഞ്ഞ റോഡ് നന്നാക്കുമെന്നായിരുന്നു ഉറപ്പ്. പൊളിച്ച ഭാഗങ്ങൾ പാറപ്പൊടിയും മറ്റും ഉപയോഗിച്ച് നികത്തി. ഒട്ടും ശാശ്വതമല്ലാത്ത നടപടിയായിരുന്നതിനാൽ റോഡ് പഴയപടി കുണ്ടും കുഴിയുമായി. ഇതോടെ വാഹനങ്ങൾ പോകുമ്പോൾ അമിതമായി പൊടി പറക്കുന്നത് കാൽനടയാത്രക്കാർക്ക് മാത്രമല്ല, വാഹനയാത്രികർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. സമീപത്തെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും റോഡിലെ പൊടിശല്യം വലിയ പ്രശ്നമാണ്. 3.5 വർഷമായി ഈ സംഭവം ഇവിടെ പൊളിച്ചു വിട്ടിട്ട്. ഇതെടുത്ത ആൾക്കാർക്ക് ഉത്തരവാദിത്തമില്ല. നിലവിൽ ഇവിടുത്തെ ജനങ്ങളെന്ന് പറഞ്ഞാൽ ചള്ളാവിലെ തൊട്ട് മുട്ടം വരെയുള്ള ഇതിലെ പാസ് ചെയ്യുന്ന സകല ആൾക്കാരും വളരെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഒന്നാമത് വണ്ടിക്ക് വരുന്ന പണി അത് പിന്നെ പോട്ടെന്ന് വയ്ക്കാം. ഈ പൊടിയെല്ലാം അടിച്ച് ഞങ്ങൾക്ക് അസുഖങ്ങൾ വരുന്ന കോളേജിലും സ്കൂളുകളിലോട്ടെല്ലാം ഒത്തിരി പേര് യാത്ര ചെയ്യുന്ന അവരെല്ലാം ഈ പൊടിയെല്ലാം സൂക്ഷിച്ചാണ് പോകുന്നത്. എന്താവുന്ന ഒരു പിടുത്തവും ഇല്ല. ഒരു കുഴി വരുമ്പോൾ അടുത്ത കുഴി മണ്ണ് കൊണ്ടിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ വേറെ വലിയ കുഴി, അതിലും വലിയ കുഴിയാണ് വരുന്നത്. എത്രയോ വണ്ടികൾ ഇവിടെ വന്ന് താന്നു, വഴി ബ്ലോക്കാവുന്നു. ശബരിമല റൂട്ടാണ് മെയിനുള്ളത്. അതുകൊണ്ട് ശബരിമല തീർത്ഥാടകർ പോലും ഈ വഴിക്കല്ല വേറെ വഴി തേടി പോവാണ്. പെരുമറ്റ മുതൽ കോടതി ജംഗ്ഷൻ വരെയുള്ള 1.5 കിലോമീറ്ററും തോട്ടുംകര മുതൽ വള്ളിപ്പാറ വരെയുള്ള 1.5 കിലോമീറ്ററുമാണ് റോഡിന്റെ അവസ്ഥ കൂടുതൽ മോശം. തുടങ്ങനാട് മുട്ടം ഭാഗത്തേക്ക് പോകുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ യാത്രക്കാർക്ക് ആശ്രയമായ റോഡാണിത്. നിലവിൽ റോഡ് തകർന്നതിനേക്കാളും ബുദ്ധിമുട്ട് പൊടി മൂലമാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പലരും മാസ്ക് ധരിച്ചാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. അടിയന്തരമായി റോഡ് റീടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ആവശ്യം. ഉദ്യോഗസ്ഥരും വകുപ്പുകളും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് തൊടുപുഴ ഈരാറ്റുപേട്ട റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള വാഗ്ദാനങ്ങൾക്കപ്പുറത്തേക്ക് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കേണ്ടതുണ്ട്. ഗതികേട് കൊണ്ട് നാട്ടുകാർ അപേക്ഷിക്കുന്നതാണെന്ന് മന്ത്രി കാണേണ്ടതുമുണ്ട്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.